വഴുതനവർഗ വിളകളിലെ രോഗനിയന്ത്രണം, കൃഷിരീതി തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദമായൊരു അഭിമുഖം ഇന്ന് കേൾക്കാം. തിരുവനന്തപുരം മിത്രനികേതൻ ICAR കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ശ്രീമതി ബിന്ദു ആർ മാത്യൂസ് ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ശ്രീമതി ബിന്ദു ആർ മാത്യൂസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്. ബിന്ദു മേഡം, വഴുതനവർഗ വിളകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വഴുതന, തക്കാളി ഇതെല്ലാം വരും അല്ലേ? അതെ, വഴുതന, തക്കാളി, മുളക്, കത്തിരി ഇതെല്ലാം തന്നെ വഴുതനവർഗ വിളകളിൽ വരുന്ന വിളകളാണ്. അപ്പം ഇതിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചെറിയ കീടങ്ങൾ തൊട്ട് പുഴുക്കൾ, വണ്ടുകൾ എല്ലാം തന്നെ ഇതിനെ ആക്രമിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് കർഷകർ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ കീടങ്ങൾ വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പം കൃഷി ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണിനെ പരിപോഷിപ്പിച്ച് കൃഷി ചെയ്യുക. അപ്പം മണ്ണിനെ പരിപോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുമ്മായ പ്രയോഗം കൃത്യമായിട്ട് ചെയ്യുക. കാരണം വഴുതനവർഗ വിളകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ രോഗങ്ങളും നന്നായിട്ട് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനകത്ത് കുമ്മായ പ്രയോഗം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകണം. സെൻറ്റ് 1 2 കിലോഗ്രാം എന്തെങ്കിലും രീതിയിൽ തന്നെ കുമ്മായ പ്രയോഗം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുതന്നെ കൊടുക്കുന്ന വളങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ രാസവളങ്ങൾ കൊടുക്കുകയാണെങ്കിലും അതേപോലെ ജൈവവളങ്ങൾ കൊടുക്കുകയാണെങ്കിലും സൂക്ഷ്മമൂലകങ്ങളാണെങ്കിൽ പോലും എല്ലാം തന്നെ നന്നായിട്ട് ആഗീകരണം നടത്തി കൃഷി വളരെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ രോഗപ്രതിരോധ ശേഷി കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കീടങ്ങളും രോഗങ്ങളും ഒരുപോലെ കുറച്ച് നിർത്താനായിട്ടും സാധിക്കും. അപ്പോൾ അത്യാവശ്യം നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് വഴുതനവർഗ വിളകളിൽ കായ്തുരപ്പൻ, തണ്ടുതുരപ്പൻ, പുഴുക്കൾ ധാരാളം വരാറുണ്ട്. തുടക്കത്തിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ തന്നെ അവലംബിക്കുക. തുടക്കത്തിൽ 1 2 കായ്കളിൽ ആക്രമണമാണെങ്കിൽ ആ കായ്കൾ മുറിച്ച് മാറ്റിയാൽ തന്നെ അത്യാവശ്യം നമുക്ക് ആ കീടങ്ങൾ വളരാതിരിക്കാനുള്ള ഒരു തടസ്സം അവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ അഥവാ കൂടുതലാണെങ്കിൽ നമുക്ക് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക. ഏറ്റവും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് വേപ്പിൻ കുരുസത്ത്. 5% വീര്യമുള്ള വേപ്പിൻ കുരുസത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കായ്കൾക്ക് വരുന്ന തുരപ്പൻ പുഴുക്കൾ, പ്രത്യേകിച്ചും കായ് തുരപ്പനുണ്ട്, തണ്ട് തുരപ്പനുണ്ട്. ലക്ഷണങ്ങൾ നമുക്ക് അതായത് അതിനകത്ത് അതിൻ്റെ വിസർജ്യ വസ്തുക്കൾ തന്നെ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കായ്കൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ പുറമേ ചില കായ്കൾ കാണാൻ പറ്റത്തില്ല. പച്ചക്കറി കടകളിൽ നിന്നൊക്കെ ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ മുറിക്കുമ്പോഴായിരിക്കും അത്തരത്തിലുള്ള പുഴുക്കളെ കാണുന്നത് തന്നെ. അപ്പോൾ ഇത് തുരന്നകത്ത് കയറി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്നേ കൂട്ടിയൊരു പ്രതിരോധ മാർഗം തുടക്കത്തിൽ തന്നെ നമ്മൾ വേപ്പിൻ കുരുസത്ത് പ്രയോഗിക്കുക. അതേപോലെ നമുക്കൊരു മിത്രകുമിളായിട്ടുള്ള ബിവേറിയ ബസിയാന നമുക്ക് ലഭ്യമാണ്. ഇത് നമുക്ക് പൊടി രൂപത്തിൽ ലഭ്യമാണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും, ലായനിയാണെങ്കിൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും നമുക്ക് കലക്കി തളിച്ചു കൊടുത്താൽ അത്യാവശ്യം എവിടെയെങ്കിലും ഈ പുഴുക്കളുണ്ടെങ്കിൽ അതിന് രോഗം വരുത്തി കൊല്ലാനായിട്ട് ഇത്തരത്തിലുള്ള മിത്രകുമിളകൾ സഹായിക്കുന്നു. നമുക്ക് ആദ്യം തൊട്ട് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഒരു പ്രശ്ന പരിഹാര മാർഗം എന്നുള്ള രീതിയിൽ മുൻകൈ കൂട്ടി ചെയ്തും പോയി കഴിഞ്ഞാൽ ഒരു വിധത്തിൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഗോമൂത്രം, കാന്താരി മിശ്രിതം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് 1 ലിറ്റർ ഗോമൂത്രം എടുത്താൽ 10 ഗ്രാം കാന്താരി മുളക് അതിൽ നന്നായിട്ട് അരച്ച് ചേർത്ത് അതിൽ 9 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ലായനി തയ്യാറാക്കി തളിച്ചു കൊടുക്കുന്നതും അത്യാവശ്യം ജൈവ നിയന്ത്രണോപാധികൾ നമുക്ക് റിപ്പല്ലൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതിനോടുപരി ഏതെങ്കിലും തരത്തെ കീടങ്ങളുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് ഇത്തരത്തിലുള്ള ജൈവ നിയന്ത്രണ മാർഗത്തിൽ നമുക്ക് അവലംബിക്കാം. നേരെ മറിച്ച് രാസ കീടനാശിനിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന പുത്തൻ തലമുറയിലുള്ള രാസ കീടനാശിനികൾ തന്നെയുണ്ട്. ഫെയിം എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം പുത്തൻ തലമുറയിൽ നമുക്ക് നല്ല സുരക്ഷിത, പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബെനിഫിഷ്യലായിട്ടുള്ള ഇൻസെക്ട്സ്, അതായത് നമുക്ക് മിത്രങ്ങളായിട്ടുള്ള ഒരുപാട് പ്രാണികൾ നമ്മുടെ പരിസരത്തുണ്ട്. അതിനെ നശിപ്പിക്കാത്ത രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള പുത്തൻ തലമുറ കീടനാശിനികൾക്ക് പ്രയോഗം നടത്താനായിട്ട് സാധിക്കും. ഈ രീതിയിൽ കായ്തുരപ്പൻ, തണ്ടുതുരപ്പൻ പുഴുക്കളെ നമുക്ക് വഴുതന വർഗത്തിൽ, പ്രത്യേകിച്ചും വഴുതന കത്തിരിയിൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വഴുതന വർഗത്തിൽ വരുന്ന മറ്റ് കീടങ്ങളുണ്ട്. അതായത് പ്രത്യേകിച്ച് നീരൂറ്റി കുടിക്കുന്ന ചെറിയ പ്രാണികളുണ്ട്. അവർ മിക്കവാറും തന്നെ ഇലയുടെ അടിഭാഗത്തായിരിക്കും ഇരിക്കുന്നത്. കാണുമ്പോഴും നമുക്ക് അത്ര പെട്ടെന്ന് പ്രകടമായിട്ട് മനസ്സിലാവത്തില്ല. എന്നിരുന്നാൽ പോലും ഇലയുടെ മുകൾ ഭാഗം ഒരു നരപ്പൻ പരുവത്തിലിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇലയുടെ അടിഭാഗം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചെറിയ പ്രാണികൾ, അതായത് മണ്ടരികൾ, മുഞ്ഞ, അതുപോലെ ഇലപ്പേൻ, അസാധാരണമായിട്ട് നീരൂറ്റി കുടിക്കുന്ന ചെറിയ പ്രാണികളാണ് ഈ ഇത്തരത്തിലുള്ള പ്രാണികൾ. ഇതിന് ആദ്യം തന്നെ നമ്മൾ സുരക്ഷിതമായിട്ട് പറയുന്നൊരു നിയന്ത്രണ മാർഗം ജലസേചനം കൊടുക്കുക എന്നുള്ളത്. ജലസേചനം പ്രത്യേകിച്ചും ഇലയുടെ അടിഭാഗങ്ങൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രാണികളെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും.
അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഞ്ഞിവെള്ളം ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്ത് ഇലകളുടെ അടിഭാഗങ്ങളിൽ ഒഴിച്ചു കൊടുത്താലും ഇത്തരത്തിലുള്ള പ്രാണികളുടെ ചലനശേഷി നമുക്ക് നിർവീര്യമാക്കാനായിട്ട് സാധിക്കും. അതേപോലെ നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന മറ്റൊന്നാണ് വേപ്പധിഷ്ഠിത കീടനാശിനികൾ. അത് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ നമുക്ക് തയ്യാറാക്കി തളിക്കാം, അല്ലെങ്കിൽ വേപ്പെണ്ണ ആവണക്ക എണ്ണ എമൽഷൻ തയ്യാറാക്കി തളിക്കാം. ഇത്തരത്തിലുള്ള തളിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കീടങ്ങളുടെ കഴിക്കാനുള്ള അവരുടെ പ്രവണത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇലകളെ ആക്രമിക്കുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും, കീടങ്ങളെ നമുക്ക് ഒരു വിധത്തിൽ നിയന്ത്രിച്ച് നിർത്താനായിട്ടും സാധിക്കും. അതുമല്ല നമ്മൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കീടനാശിനികളായിട്ട് നമുക്ക് മണ്ടരികൾക്കൊക്കെ നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കും. സ്പൈറോമെസിഫൻ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അതൊരു 0.8 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി നമുക്ക് തളിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ രീതിയിൽ ജൈവ കീടനാശിനിയും രാസകീടനാശിനി അത്യാവശ്യ ഘട്ടങ്ങളിലുമായിട്ട് സംയോജിതമായിട്ടാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വിളകളുടെ ചുറ്റുപാട് നമ്മൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കള നിയന്ത്രണം വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം കള നിയന്ത്രണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇത്തരത്തിലുള്ള കീടങ്ങൾ നമ്മളുടെ വിളകൾ അവിടെ ഇല്ല എങ്കിൽ പോലും കളകളിൽ അത്യാവശ്യം അവരുടെ ജീവിതചക്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പച്ചക്കറി വിളകളെ അത് ആക്രമിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും കള നിയന്ത്രണം വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ കൃഷി ചെയ്യുമ്പോഴും അതിൽ കൃഷി തുടങ്ങുമ്പോഴും ഒക്കെ തന്നെ കള നിയന്ത്രണം വളരെ നന്നായിട്ട് ചെയ്യേണ്ടതായിട്ട് ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ കെണിവിളകൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പ്രത്യേകിച്ചും വഴുതനവർഗ്ഗ വിളകളിൽ പ്രധാനമായിട്ടും ചെയ്യാൻ ആവണക്ക് ചുറ്റുപാടും വളർത്തുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ കീടങ്ങൾ കൃഷിസ്ഥലത്തേക്ക് കയറാതെ തന്നെ ഈ കെണിവിളകളിലേക്ക് നമുക്ക് സുരക്ഷിതമായിട്ട് കീടനാശിനി പ്രയോഗം കൊടുത്താൽ മതിയാവും. അതേപോലെ നമുക്ക് ചോളം നടുകയാണെങ്കിലും വെള്ളീച്ച പോലുള്ള ചെറിയ പ്രാണികളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. ചുറ്റുമാണോ ചെയ്യേണ്ടത്? അതെ അതെ, കെണിവിളകൾ നമ്മൾ കൃഷിസ്ഥലത്തിന് ചുറ്റുമായിട്ട് നട്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കീടങ്ങളെ നിയന്ത്രിക്കാം. ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമിതമായ കീടനാശിനി പ്രയോഗം ഒഴിവാക്കുക എന്നുള്ളതാണ്. കർഷകർ കീടനാശിനി ഉപയോഗിക്കുന്നതിന് മുൻപേ തന്നെ കൃഷിസ്ഥലത്ത് വളരെ സുരക്ഷിതമായിട്ട് ഒബ്സർവ് ചെയ്യണം, അതായത് നിരീക്ഷിച്ച് നോക്കണം. നമ്മളുടെ പച്ചക്കറികളിൽ കീടങ്ങളാണോ രോഗങ്ങളാണോ എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ മരുന്ന് തളി കൊടുക്കാൻ. കൃത്യമായിട്ടും മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. കീടങ്ങളെ നമുക്ക് കാണാനായിട്ട് തന്നെ പറ്റും. അത് വണ്ടുകളായിട്ടായിരിക്കാം, പുഴുക്കളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മൊട്ടക്കൂട്ടങ്ങളായിരിക്കാം, അതിൻ്റെ സമാധിയിലിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വിസർജ്യ വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് തിന്ന ഭാഗങ്ങൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് അരിപ്പ പോലെ അതിൻ്റെ ഹരിതകം മുഴുവൻ കാർന്നു നിന്നതായിട്ട് കാണാൻ പറ്റും, നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അടിയിലിരിക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ കണ്ണുകൊണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിനുപരിയായിട്ട് നമ്മൾ രോഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രശ്നങ്ങളേറിയ രോഗങ്ങളും തന്നെയുണ്ട്. കർഷകർ വഴുതന, തക്കാളി, മുളക് ഇത് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ബാക്ടീരിയൽ വാട്ടം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട രോഗം പരത്തുന്നത് അണുക്കളാണ്. അതായത് ബാക്ടീരിയ ആകാം, കുമിൾ രോഗങ്ങൾ അല്ലെങ്കിൽ ഫംഗസ് രോഗങ്ങളാകാം, വൈറസ് രോഗങ്ങളാകാം. ഇതൊക്കെ തന്നെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള അണുക്കളാണ്. ഈ അണുക്കളെ നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് നിരീക്ഷിക്കുമ്പോൾ ലക്ഷണങ്ങളായിരിക്കാം. ഒന്നുകിൽ വാടിപ്പോകാം, ചീയലാകാം, അഴുകലാകാം, ഇലപ്പൊട്ടാകാം, മൂടുചീയലാകാം. ഇതൊക്കെ തന്നെ ലക്ഷണങ്ങൾ മാത്രമേ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ മുന്നേ കൂട്ടി കാണുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വഴുതനവർഗ്ഗ വിളകളിൽ അത്യാവശ്യം നമ്മൾ പൂക്കൾ എത്തിക്കഴിയുമ്പോഴായിരിക്കും സാധാരണഗതിയിൽ രോഗങ്ങൾ പടരാൻ തുടങ്ങുന്നത്. ദ്രുതഗതിയിലായിരിക്കും ഈ വാട്ടം സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കൃഷി ചെയ്യുമ്പോൾ തന്നെ മണ്ണിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുമ്മായ പ്രയോഗം ചെയ്യുക. കാരണം അമ്ലത്വ ക്രമീകരണം ഇതേപോലെ ബാക്ടീരിയൽ വാട്ടങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ കർഷകർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രയോഗം നല്ലതാണ്. അതായത് സെൻറ്റ് 1 നമ്മൾ 2 കിലോഗ്രാം കുമ്മായ പ്രയോഗം ചെയ്ത് ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സെൻറ്റ് 1 ഒരു 6 കിലോഗ്രാം ബ്ലീച്ചിങ് പൗഡറും നമ്മൾ കൊടുത്തതിന് ശേഷം അടുത്തൊരു 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ നടുന്നതിനെക്കുറിച്ച് ക്രമീകരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ വാട്ട രോഗത്തിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. തുടർന്ന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി മിശ്രിതം മണ്ണിൽ കൊടുക്കുക. തുടർന്ന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വീണ്ടും സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്നുള്ള മിത്ര ബാക്ടീരിയ നമ്മൾ മണ്ണിൽ ഒരു 10 മുതൽ 15 ദിവസം ഇടവേളകളിൽ സുരക്ഷിതമായിട്ട് കൊടുക്കുക. അതൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ്. അത് മണ്ണിൽ പ്രത്യേകിച്ചും ചെടികളുടെ ചുവട്ടിൽ നമ്മൾ കുതിർത്ത് കൊടുക്കാം, ഇലകളിൽ തളിച്ചു കൊടുക്കാം.
അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബാക്ടീരിയൽ വാട്ടത്തിനെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താനായിട്ട് സാധിക്കും. ഇത് ഒരു പ്രാവശ്യം വന്നാൽ പിന്നെ അത് നമുക്ക് ശരിയായി എടുക്കാനായിട്ട് പാടാണ്. കാരണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തടുത്ത ചെടികളിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ തോത് വളരെ പെട്ടെന്നായിരിക്കും. കാരണം വെള്ളത്തിൽ കൂടെയാകാം, മണ്ണിൽ കൂടെയാകാം, നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ കൂടെയാകാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ബാക്ടീരിയൽ വാട്ടം തടയാൻ മുൻകരുതൽ എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ കുമിൾവാട്ടവും ഉണ്ടല്ലോ. അതെ, കുമിൾ വാട്ടങ്ങളും ഉണ്ട്. കുമിൾ വാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ ചെയ്യുന്നതിനുപരിയായിട്ട് അത്യാവശ്യം വരികയാണെങ്കിൽ ഒരു കുമിൾനാശിനികൾ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. അതിന് നമുക്ക് കോപ്പർ ബേസ്ഡ് ഫംഗിസൈഡ്സ്, അതായത് തുരിശു ചേർന്ന കുമിൾനാശിനികൾ നമുക്ക് ലഭ്യമാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് നമുക്ക് ലഭ്യമാണ്, കോപ്പർ ഹൈഡ്രോക്സൈഡ് നമുക്ക് ലഭ്യമാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് ആണെങ്കിൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും, കോപ്പർ ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിലും നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് തുടർച്ചയായിട്ട് ഫംഗൽ ഡിസീസ് അതല്ലെങ്കിൽ ബാക്ടീരിയൽ ഡിസീസ് വരുന്ന കൃഷി സ്ഥലങ്ങളാണെങ്കിൽ അടുത്ത പ്രാവശ്യം ആ കൃഷി അവിടെ ഒഴിവാക്കി മറ്റ് വിളകൾ അവിടെ ചെയ്യുന്നതായിരിക്കും പുതിയത്. വിള പരിക്രമണം വളരെ നല്ല ഒരു കാര്യമാണ്. സൈക്കിൾ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ മണ്ണിൽ നമുക്ക് മറ്റൊരു പ്രയോഗം നടത്താൻ പറ്റുന്നതാണ് വാം അല്ലെങ്കിൽ വെസിക്കുലാർ ആർബിസ്കുലാർ മൈക്കോറൈസ. അതൊരു വേര് കുമിളാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പ്രതിരോധ ശേഷി കൂട്ടും. തൈകൾ നടുന്ന സമയത്ത് നമുക്കിത് കൊടുക്കാം. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പോട്രയിൽ തൈകൾ നടുകയാണെങ്കിൽ 2 ഗ്രാം വീതം ആ മിശ്രിതത്തിൽ കൊടുക്കാം. അല്ല നമ്മൾ തവാരണയിൽ നടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ നമുക്ക് കൊടുക്കാം. അത് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ രോഗപ്രതിരോധ ശേഷി കിട്ടും, മണ്ണിൽ കിടക്കുന്ന അമിതമായ ഫോസ്ഫറസിനെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും, വേരുപടലം കൂട്ടും, അത്യാവശ്യം ഒരു വരൾച്ചയെ പ്രതിരോധിക്കാനും സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിത്ത് നടുമ്പം അതിൻ്റെ ഒരു പരിചരണവും കൂടെ ചെയ്താൽ, വിത്ത് പരിചരണം പറയുമ്പോൾ തീർച്ചയായും വിത്തിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിച്ചു വേണം ചെയ്യാൻ. കാരണം എന്ന് വെച്ചാൽ രോഗം ഉള്ള ചെടിയിൽ നിന്ന് ഒരു കാരണവശാലും വിത്ത് ശേഖരിക്കരുത്, ഇത്തരത്തിലുള്ള വിളകൾക്ക് പ്രത്യേകിച്ചും. കാരണം ഇതിനകത്ത് വൈറസ് രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ തന്നെ ഫംഗസ് രോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് മുളകിലൊക്കെ ആണെങ്കിൽ അഴുകൽ രോഗങ്ങളൊക്കെ വ്യാപകമായിട്ട് കാണുന്നതാണ്. മുളകിൻ്റെ കായ്കളുടെ അഴുകലുണ്ട്, ഇലകളുടെ അഴുകലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അഴുകൽ രോഗങ്ങളുള്ള ചെടികളുടെ വിത്തുകളൊന്നും ഒരു കാരണവശാലും നമ്മൾ ശേഖരിച്ച് അടുത്ത കൃഷിക്ക് ഉപയോഗിക്കരുത്. അപ്പം അഥവാ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിത്തുകൾ ഏതാണെങ്കിൽ തന്നെയും നമ്മളൊരു വിത്ത് പരിചരണം നല്ലത് തന്നെയാണ്. 1 കിലോഗ്രാം വിത്തിന് ഒരു രാസ കുമിൾനാശിനി പരിചരണമാണെങ്കിൽ നമുക്ക് ബാവസ്റ്റിന് ഉപയോഗിക്കാം, അതായത് കാർബൺ ഡയോക്സൈഡ് എന്നുള്ള കെമിക്കൽ ഉപയോഗിക്കാം. അത് 1 കിലോഗ്രാം വിത്തിന് 2 ഗ്രാം എന്ന രീതിയിൽ നമ്മൾ കൊടുത്താൽ മതിയാവും. അതേസമയം ജൈവ നിയന്ത്രണ മാർഗത്തിലാണെങ്കിൽ സ്യൂഡോമോണാസ് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ നമ്മൾ ഇതിൻ്റെ തൈകൾ പറിച്ചു നടുമ്പോഴും നമുക്ക് ആ വേരുകളെയും വേണമെങ്കിൽ പരിചരിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം. കാരണം പരിചരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മണ്ണിൽ കൊണ്ട് നടുമ്പോൾ വേരുകൾക്ക് ഒരു രോഗപ്രതിരോധ ശേഷി കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വിത്ത് നടുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ആരോഗ്യമുള്ള വിത്ത്, ഗുണമേന്മയുള്ള വിത്ത്, അത് വിശ്വാസമുള്ള സ്രോതസ്സിൽ നിന്ന് തന്നെ വാങ്ങിച്ച് തയ്യാറാക്കി കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഈ പച്ചക്കറിയിൽ ഈ വഴുതനവർഗ്ഗ വിളകളുടെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഏകദേശം 3 മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിളയാണ്. നമുക്ക് ഈ പറയുന്ന കൃഷിസ്ഥലങ്ങളിലെല്ലാം തന്നെ ചെല്ലുമ്പോഴും അത്യാവശ്യം വീട്ടാവശ്യത്തിൽ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് 1 or 2 കായ്കളാണെങ്കിൽ പോലും അവർക്ക് സുരക്ഷിതമായിട്ട് വലിയ കീടനാശിനികളില്ലാതെ ചെയ്യാം. അതേപോലെ നമുക്ക് മുളകെന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്രോപ്പാണ്. കീടനാശിനികളുടെ അമിതമായ പ്രയോഗം മുളകിൽ വരാറുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ വളരെ പ്രതിരോധ ശേഷിയുള്ള ഉജ്ജ്വല, അനുഗ്രഹ എന്ന ഇനങ്ങളൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. അതിനോടുപരിയായിട്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നമ്മൾ കൂടുതലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഇനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ബാംഗ്ലൂരിൻ്റെ അർഖ ഖ്യാതി എന്ന് പറയുന്ന ഒരു ഇനം. അത് കാരിമുളകം നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടും. എന്നിരുന്നാൽ പോലും വളരെ നല്ല അത്യാവശ്യം പ്രതിരോധ ശേഷിയും അതുപോലെ കായ്ഫലം കൂടുതലുള്ള ഒരു വിളയും തന്നെയാണ്. നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുളക് ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മണ്ണിൻ്റെ അമ്ലത്വം വളരെ കൃത്യമായിട്ട് ക്രമീകരിക്കണം. അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ലായനി തയ്യാറാക്കി നമ്മൾ ഒഴിക്കേണ്ടതായിട്ടൊക്കെ വരും. പക്ഷേ അതിന് ഒപ്പം മഞ്ഞക്കെണികൾ, നീലക്കെണികൾ, വെള്ളക്കെണികൾ, ഇത് 3ഉം തന്നെ നമ്മൾ കൃഷിസ്ഥലത്ത് ഉപയോഗിക്കുക. മഞ്ഞക്കെണികളാണെങ്കിൽ വെള്ളീച്ചകളെയും, അതേപോലെ നീലക്കെണികളാണെങ്കിൽ ഇലപ്പേനുകളെയും, വെള്ളക്കെണികളാണെങ്കിൽ വെള്ളീച്ചകളെയും, അതേപോലെ തന്നെ മുഞ്ഞ, ഇതുപോലെ ചെറിയ പ്രാണികളെല്ലാം തന്നെ ആകർഷിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ മുരടിപ്പ് വരും. അത് 2 തരത്തിലും നമുക്ക് മനസ്സിലാക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ വൈറസ് രോഗം ബാധിച്ചുള്ള മുരടിപ്പ് വരാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, ഇലപ്പേനാകാം, വെള്ളീച്ചയാകാം, ഇതൊക്കെ തന്നെ നീരൂറ്റി കുടിക്കുമ്പോഴും അതിൻ്റെ മുകള ഭാഗങ്ങൾ മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പം നമ്മൾ ആദ്യം തന്നെ ആ മുകള ഭാഗങ്ങൾ
ഒടിച്ചു മാറ്റി അത് വൈറസ് രോഗമല്ല എന്ന് സ്ഥിരീകരിക്കാനായിട്ട് അതിനുശേഷം നമ്മളൊരു വേപ്പധിഷ്ഠിത കീടനാശിനികൾ തയ്യാറാക്കി തളിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്കൊരു മിത്രകുമിൾ ലഭ്യമാണ്, ലെക്കാനിസീലിയം ലെക്കാനി. ഇത് നമുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം. ലായനി രൂപത്തിലാണെങ്കിൽ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിലും, പൊടി രൂപത്തിലാണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലും എന്ന തോതിൽ നമുക്ക് തളിച്ചു കൊടുക്കാം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ചെറിയ പ്രാണികൾക്ക് രോഗം വരുത്തി കൊല്ലാനുള്ള ഒരു മിത്രകുമിളാണ്. ഇതൊക്കെ തന്നെ തളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലകളുടെ അടിഭാഗത്ത് വേണം ഇതിൻ്റെ തളി ചെല്ലാനായിട്ട്. കെണികൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ചെടികളുടെ ഉപരിതലത്തിന് മുകളിൽ, പ്രത്യേകിച്ചും ഇലപ്രതലത്തിൻ്റെ ഒരടി മുകളിലായിട്ടെങ്കിലും തന്നെ ഈ കെണികൾ സ്ഥാപിക്കണം. ഒരു കാരണവശാലും ഇലകളുടെ അടിയിലായിട്ടല്ല കെണികൾ വെക്കേണ്ടത്, മുകളിലായിട്ട്. എന്നിരുന്നാൽ മാത്രമേ ഈ വെളിച്ചത്തിലേക്ക് ചെറിയ ഈച്ചകൾ ആകർഷിക്കത്തുള്ളൂ. ഈ കെണികൾ തന്നെ നമുക്ക് വിപണിയിൽ 25 മുതൽ 50 രൂപ നിരക്കിൽ റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആയിരിക്കും. പക്ഷേ സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ പറ്റും. അത് മഞ്ഞ കളറാണെങ്കിൽ മഞ്ഞ തരത്തിലുള്ള പെയിൻറ്റോ, അല്ലെങ്കിൽ നീലയാണെങ്കിൽ നീല കളറോ, വെള്ളയാണെങ്കിൽ വെള്ള കളറിലോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ തകരപ്പാട്ടോ ഏത് കളറിലും നമുക്ക് ഇത് ഉപയോഗിക്കാം. അതിൻ്റെ മുകളിലായിട്ട് സ്വല്പം ആവണക്കെണ്ണ അല്ലെങ്കിൽ ഗ്രീസ് പുരട്ടിയാൽ മതിയാവും. അപ്പം അത് തോർന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആഴ്ചയിൽ വീണ്ടും ഒന്ന് പുരട്ടി കൊടുക്കുക. അതേപോലെ നമുക്ക് ബന്ദി ചെടികൾ എക്കോളജിക്കൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ചെറിയ കീടങ്ങളെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും. ബിന്ദു മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് വഴുതനവർഗ വിളകളിൽ വരുന്ന രോഗങ്ങളും കീടങ്ങളും എങ്ങനെയാണ് നമ്മൾ അതിനെ നിയന്ത്രിക്കേണ്ടത്, ഈ കാര്യം വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി. താങ്ക് യു സർ.